വെൽക്കം ടു SSC മലയാളി. SSC MTS പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള ഉത്തരവാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്താണ് SSC MTS എക്സാം? എന്ത് ജോലിയാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്? എങ്ങനെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് എഫക്റ്റീവായിട്ട് പഠിച്ച് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ 2022 MTS ക്ലിയർ ചെയ്തതാണ്. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വരുന്ന സംശയം എന്താ? ആർക്കൊക്കെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം? ഹു ക്യാൻ അപ്ലൈ? ക്വാളിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് 10th ആണ്. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. പക്ഷേ എന്തുണ്ട്? ഏജ് ലിമിറ്റ് ഉണ്ട്. 18 to 25 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതും ചില പോസ്റ്റുകൾക്ക്, വളരെ ചുരുക്കം പോസ്റ്റുകൾക്ക് 18 to 27 ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഹവൽദാറൊക്കെ ആണെങ്കിൽ 27 വയസ്സ് വരെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇപ്പം SC/ST ആണെങ്കിൽ 5 വർഷത്തെയും OBC ആണെങ്കിൽ 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ എക്സ് ആർമി അങ്ങനെ ഒരുപാട് കാറ്റഗറീസിൽ എന്ത് വരുന്നുണ്ട്? ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. പക്ഷെ ജനറൽ ആയിട്ട് പറയുമ്പോൾ SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷമാണ് എന്ത് വരുന്നത്? ഏജ് റിലാക്സേഷൻ വരുന്നത്. പിന്നെ പലരും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, MTS അല്ലേ, 10th ക്ലാസ് അല്ലേ, അപ്പൊ ഈ ഒരു എക്സാമിന് എന്താ അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്താൽ നമ്മൾ എത്തുന്നത് നല്ല ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ്. എന്ന് വെച്ചാൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ്, കസ്റ്റംസ്, അതുപോലെ ആർക്കിയോളജി, അറ്റോമിക് എനർജി, അങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള ഒരു എൻട്രി ആണിത് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ബൈ പ്രൊമോഷൻ, ഇപ്പൊ കുറഞ്ഞ പ്രായത്തിൽ കയറുവാണെങ്കിൽ ബൈ പ്രൊമോഷൻ നമുക്ക് എന്ത് ചെയ്യാം? നല്ല പോസ്റ്റുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇപ്പൊ ഇൻകം ടാക്സിലൊക്കെ കയറിയിട്ട് 3-4 വർഷം കൊണ്ട് ടാക്സ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ നമ്മൾ സെക്യൂർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഹയർ എക്സാമിന് വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടോ ഒക്കെ തന്നെ എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഹൈ പോസ്റ്റുകളിലേക്ക് എത്താം. അപ്പൊ നമുക്ക് എന്താ കുറച്ചുകൂടി കോൺഫിഡൻസ് ബിൽഡ് ആവും. ഓക്കെ, ഇനി ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ബോക്സ് ഉണ്ടാവും. നമുക്ക് സ്റ്റേറ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ MTSന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്താണ് ജോലി ചെയ്യേണ്ടത് ആ പ്രിഫറൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഫോമിനകത്ത് ഒരു കോളത്തിൽ ഓരോ സ്റ്റേറ്റും അതിന്റെ കോഡും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ കേരള MTS 61 അങ്ങനെ ഒരു കോഡ് ഉണ്ടാവും. അതുപോലെ തമിഴ്നാട് MTS, കൊച്ചി ഹവൽദാർ, അങ്ങനെ കോഡ് ഉണ്ടാവും. അപ്പൊ ആ കോഡാണ് നമ്മൾ ഈ കള്ളികളിൽ എഴുതേണ്ടത്. ആ ഒരു ഓർഡറിലായിരിക്കും നമ്മുടെ പോസ്റ്റിംഗ് വരാം. ഇനി ഫീസ് വരുന്നത് 100 രൂപയാണ്. ഇത് എല്ലാവരും കൊടുക്കണ്ട. ഫീമെയിൽസിന്, അതുപോലെ SC/ST, PWD, എക്സ് സർവീസ് മാൻ, ഇത്രയും കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്ത് കൊടുക്കണ്ട? ഫീസ് കൊടുക്കണ്ട. ഓക്കെ, പിന്നെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ എക്സാം നമുക്ക് മലയാളത്തിൽ എഴുതാം. MTS എക്സാം മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിലും എഴുതാം, 15 ഭാഷകളിൽ എഴുതാൻ പറ്റും. അപ്പോൾ PSCക്ക് പഠിക്കുന്ന ആൾക്കാർക്കും അതുപോലെ എന്താണ് മലയാളം ലാംഗ്വേജിൽ താല്പര്യമുള്ള ആൾക്കാർക്കും കൂടി ബെനിഫിറ്റ് ഉള്ള ഒരു എക്സാം ആണ് ഇത് MTS എന്ന് പറയുന്നത്. ഇനി എക്സാം പാറ്റേൺ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒരൊറ്റ എക്സാമേ ഉള്ളൂ. ഈ ഒരൊറ്റ എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവാൻ പറ്റും? ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറാൻ പറ്റും. അപ്പൊ ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് 2 സെഷൻ ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ മാർക്ക് നമ്മുടെ ഫൈനൽ റിസൾട്ടിലേക്ക് എന്ത് ചെയ്യുന്നില്ല? പരിഗണിക്കുന്നില്ല. അപ്പൊ ആദ്യത്തെ സെഷൻ ക്വാളിഫയിങ് ആണ്. അതിൽ തന്നെ URന് 30%, OBC അല്ലെങ്കിൽ EWSന് 25%, അതുപോലെ SC/STക്ക് 20%ആണ് എന്ത് വരുന്നത്? കട്ട് ഓഫ് വരാം. ഇനി ശരിയുത്തരത്തിന് 3 മാർക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ആദ്യത്തെ സെഷനിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ നമുക്ക് മുഴുവൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി സബ്ജക്ട് വരുന്നത് മാത്സും റീസണിങ്ങും ആണ്. അപ്പോൾ മാത്സിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റീസണിങ്ങിലും 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. ഇപ്പൊ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വെച്ച് 120 മാർക്കിലാണ് എന്ത് വരുന്നത്? ആദ്യത്തെ സെഷൻ വരുന്നത്. അപ്പൊ ഈ 120 മാർക്കിൽ ഇപ്പൊ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 30% എന്നല്ലേ പറഞ്ഞേ? 36 മാർക്ക് ഉണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു സെഷനിൽ നമ്മൾ ക്വാളിഫൈഡ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സെഷൻ ക്വാളിഫൈ ആയിട്ടില്ലെങ്കിൽ അടുത്ത സെഷനിൽ നമ്മൾ എത്ര മാർക്ക് വാങ്ങി എന്ന് പറഞ്ഞാലും ഫൈനൽ റിസൾട്ടിൽ എന്തുണ്ടാവില്ല? പേരുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ ക്വാളിഫൈ ആവണം. അതിനുള്ള പ്രാക്ടീസ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇനി 45 മിനിറ്റ് സമയമുണ്ട്. 40 ക്വസ്റ്റ്യൻസിന് 45 മിനിറ്റ് സമയമുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ എന്തുണ്ട്? സമയമുണ്ട്. ഇനി സെഷൻ 2, രണ്ടാമത്തെ സെഷൻ. ഇതിൽ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. തെറ്റുവാണെങ്കിൽ 1 മാർക്ക് എന്ത് ചെയ്യും? പോവും. അപ്പോ 2 സബ്ജക്റ്റാണ് വരുന്നത്, GKയും ഇംഗ്ലീഷും. GKയിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇംഗ്ലീഷിലും എന്തുണ്ടാവും? 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ 50 × 3 150 മാർക്ക് വരുന്നത്. അപ്പൊ ഈ 150 എത്ര മാർക്ക് നമ്മൾ സെക്യൂർ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റാങ്ക് വരാം. ആ റാങ്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ പോസ്റ്റിംഗും വരാം. ഇനി ഇതിനും 45 മിനിറ്റ് ഉണ്ട്. അപ്പം 50 ക്വസ്റ്റ്യൻസിന് 45 മിനിറ്റ്, ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. നമ്മൾ ഓപ്റ്റ് ചെയ്ത ഓപ്ഷൻസ് ഒക്കെ ശരിയാണോ എന്ന് പിന്നെയും ചെക്ക് ചെയ്യാനുള്ള സമയം കൂടി നമുക്ക് കിട്ടും.
അപ്പൊ ഇംഗ്ലീഷും ജി കെയും സ്ട്രോങ് ആയിട്ടുള്ള എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു എക്സാം ആണ് എന്ത് MTS. ഇനി ഇതിന്റെ സിലബസ് നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ മാത്സും റീസണിങ്ങും എങ്ങനെ പഠിച്ചാൽ മതി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മതി. കാരണം അതിന് അത്ര ഇമ്പോർട്ടൻസേ വരുന്നുള്ളൂ. 36 മാർക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, വാങ്ങിയാൽ മതി. അപ്പൊ അതിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ വരുന്നത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും ആണ്. ഇതിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോ ജനറൽ അവയർനെസ്സിൽ സബ്ജക്ട് വരുന്ന ഏതൊക്കെയാ? ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട് ആൻഡ് കൾച്ചർ, സിവിക്സ്, എക്കണോമിക്സ്, ജനറൽ സയൻസ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ് അപ് ടു 10th സ്റ്റാൻഡേർഡ്. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അരിഹന്തിന്റെ ബുക്ക്, ഇപ്പോൾ ബിഗിനർ ആണെങ്കിൽ അരിഹന്തിന്റെ ഒരു ബുക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, GK കവർ ചെയ്യാം. പിന്നെ ലൂസെന്റിന്റെ എക്സ്ട്രാ പോയിന്റ്സിന് വേണ്ടിയിട്ട് ലൂസെന്റും എടുത്ത് എന്ത് ചെയ്യാം, പഠിക്കാം. പിന്നെ ഒരുപാട് ക്വിസസ് ഉണ്ട്. ഇപ്പൊ ടെലിഗ്രാം ചാനൽസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്വിസസ് കിട്ടും. അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ എന്തൊക്കെയാ വരുന്നത്? വൊക്കാബുലറി, ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ, സിനോണിംസ്, ആന്റോണിംസ്, കോംപ്രഹെൻഷൻ. അപ്പൊ ഇതിന് നീതു സിംഗിന്റെ ഒരു ബുക്ക് ഉണ്ട്, നല്ല ബുക്കാണ്, അത് വാങ്ങി പഠിക്കുക. പിന്നെ ടെലിഗ്രാമിൽ ഒരുപാട് ക്വിസസ് ഇംഗ്ലീഷിന്റെ ഉണ്ട്, അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ എയർ സ്പോർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ക്വിസസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് തന്നെ നല്ല ഹെൽപ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ ഇംഗ്ലീഷും GK ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഇത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഇത് ഹവൽദാറിന് മാത്രമാണുള്ളത്. ഇപ്പൊ നമ്മൾ MTS എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഒരു സ്റ്റേറ്റ് പ്രിഫറൻസ് പറഞ്ഞില്ലേ, അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ കേരള MTS കൊടുത്തിട്ട് അടുത്ത് എന്ത് കൊടുക്കാം, കേരള ഹവൽദാർ അല്ലെങ്കിൽ കൊച്ചി ഹവൽദാർ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഓരോ സ്ഥലത്ത് ഹവൽദാർ ഉണ്ടാവും. അപ്പൊ ഹവൽദാർ കൊടുത്ത ആൾക്കാർക്ക് എന്ത് വേണം, ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ വാക്കിംഗ് ആണ്, വെറും നടത്തം മാത്രമേ ഉള്ളൂ. 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. അതുപോലെ ഫീമെയിൽസ് ആണെങ്കിൽ 1 കിലോമീറ്റർ, അതായത് 1000 മീറ്റർ 20 മിനിറ്റോടെ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൽസ് ആണെങ്കിൽ 157.5 സെന്റിമീറ്റർ ഹൈറ്റ് വേണം, ഫീമെയിൽസ് ആണെങ്കിൽ 152 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. വളരെ കുറഞ്ഞ ഹൈറ്റ് ആണ്. അപ്പം ഒരു യൂണിഫോം പോസ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഹവൽദാറിന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി 81 സെന്റിമീറ്റർ ആണ് മെയിൽസിന് ചെസ്റ്റ് വരുന്നത്, ഫീമെയിൽസ് ആണെങ്കിൽ വെയിറ്റ് വരുന്നത് 48 കിലോഗ്രാം ആണ്. അപ്പൊ അതൊക്കെ നോക്കാം. ഇനി ഇതിന്റെ പ്രോസസ്സ് എന്താണ്? നമ്മളിപ്പം എക്സാം എഴുതി പറഞ്ഞു, GKയും ഇംഗ്ലീഷും ആണ് മെയിൻ ആയിട്ടും നമ്മുടെ 150 നമ്മുടെ മാർക്ക് വരാം. അപ്പൊ ആ എക്സാം കഴിഞ്ഞാൽ എന്ത് വരും, ആദ്യം ഹവൽദാറിന്റെ റിസൾട്ട് വരും. അപ്പൊ ഈ ഹവൽദാറിന്റെ റിസൾട്ടിൽ ഉള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും, ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ റിസൾട്ട് വരും. അപ്പൊ ഈ ഫൈനൽ റിസൾട്ടിനകത്ത് എന്താ ഉണ്ടാവാന്ന് ചോദിച്ചാൽ നമ്മുടെ പേരുണ്ടാവും. ആ പേരിന്റെ നേരെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്, OBC ആണോ UR ആണോ അതുണ്ടാവും. പിന്നെ അതിന്റെ നേരെ നമ്മുടെ സ്റ്റേറ്റ് കോഡ് ഉണ്ടാവും. നമ്മൾ നേരത്തെ കൊടുത്ത പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഏത് സ്റ്റേറ്റിലാണോ അലൊക്കേഷൻ കിട്ടിയത് അതുണ്ടാവും. അത് ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ ഇനി വർക്ക് ചെയ്യേണ്ടത് അതും കൂടി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് വരാം. ഇപ്പം ഓരോ സ്റ്റേറ്റിന് ഓരോ കട്ട് ഓഫാ വരാം. ഇപ്പൊ കേരളത്തിനാണെങ്കിൽ 2022 MTS കേരളത്തിൽ 135 ഒക്കെ കട്ട് ഓഫ് വന്നത്. അപ്പൊ അതിന് മുകളിൽ മാർക്ക് നമുക്ക് ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കേരളത്തിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മാർക്ക് ഏത് സ്റ്റേറ്റിന്റെ കട്ട് ഓഫിന്റെ മുകളിലാണോ വരുന്നത് ആ സ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ജോലി കിട്ടുള്ളൂ. ഇനി ആ ഒരു സ്റ്റേറ്റ് കോഡ് ഉണ്ടാവും. ഇനി ഇത് വന്ന് ഫൈനൽ റിസൾട്ട് വന്ന് ഒരു 2-3 മാസത്തിനുള്ളിൽ എന്ത് വരും, ഡിപ്പാർട്ട്മെന്റ് അലോക്കേഷൻ വരും. ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഇപ്പൊ നമുക്ക് കേരളത്തിലാണ് അലോക്കേഷൻ കിട്ടിയതെങ്കിൽ കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് ജോലി കിട്ടുന്നത് എന്നുള്ളതായിരിക്കും അടുത്ത് വരാം. ഇപ്പൊ ഇൻകം ടാക്സ് ആണോ, ആർക്കിയോളജി ആണോ, അറ്റോമിക് എനർജി ആണോ, അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് വരും. പിന്നെ ഇത്രയാണ് SSCയുടെ കയ്യിലുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളൊക്കെ SSC ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് അലൊക്കേഷൻ കഴിഞ്ഞാൽ ബാക്കി കാര്യമുള്ളത് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ്. നമുക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നത്തെ പ്രൊസീജിയേഴ്സ് തീരുമാനിക്കുന്നത്. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിഫറെന്റ് ആണ്. ചില ഡിപ്പാർട്ട്മെന്റിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നെ ജോയിനിങ്ങും ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ചില ഡിപ്പാർട്ട്മെന്റ്സിൽ കൂടുതൽ പ്രൊസീജിയേഴ്സ്, ജോയിനിങ്ങിന് മുന്നേ പോലീസ് വെരിഫിക്കേഷനും IB വെരിഫിക്കേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവും. അതുപോലെ ഇതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നതും ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇൻകം ടാക്സ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അലൊക്കേഷൻ കഴിഞ്ഞ് 3-4 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, DVയും ജോയിനിങ്ങും കഴിഞ്ഞ് ജോലിയിൽ കയറാൻ പറ്റും. ഓക്കെ, ചില ഡിപ്പാർട്ട്മെന്റ് സ്ലോ ആണ്, പക്ഷെ 1 കൊല്ലത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, ജോലി കിട്ടും. അപ്പം SSCയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എന്ത് ചെയ്യും, എക്സാം നടത്തും. എല്ലാ വർഷവും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ റാങ്ക് ലിസ്റ്റിൽ ഫൈനൽ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് DVയിലും മെഡിക്കലിലും ഒന്നും ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ എന്താ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ജോലി കിട്ടും. പിന്നെ നമ്മുടെ MTS എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് വെച്ചിട്ട് എക്സിറ്റി ആണെങ്കിൽ 31,000 രൂപ ഇൻ ഹാൻഡ് നമുക്ക് കിട്ടും. അതുപോലെ
സെറ്റ് സിറ്റി ആണെങ്കിൽ 27,700 രൂപ വരെയാണ് നമുക്ക് സാലറി ആയിട്ട് കിട്ടുക. ഇനി ബേസിക് പേ എന്ന് പറയുന്നത് 18,000 ആണ്. നമുക്ക് കയ്യിൽ കിട്ടുന്ന പൈസയാണ് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ MTS എന്ന് പറയുന്നത് 10th കഴിഞ്ഞ ആ ഏജ് ലിമിറ്റിലുള്ള ആൾക്കാർക്ക് എന്താ നല്ലൊരു അവസരമാണ്. ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആവാനുള്ള കുറഞ്ഞ റിസ്കിൽ, അതായത് ഒരൊറ്റ എക്സാം ക്ലിയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പൊസിഷനിലേക്ക്, ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ള പേരിലേക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. അപ്പൊ ആരും അത് മിസ് ചെയ്യാതിരിക്കാം.